നമസ്കാരം. പ്രധാന വാർത്തകൾ. UDFന് മേധാവിത്വമുണ്ടായിട്ടും പെരിന്തൽമണ്ണ നഗരസഭയിൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം നഷ്ടമായി. UDFിലെ നിഷ സുബൈർ തിരഞ്ഞെടുപ്പിനെത്തിയില്ല. 6 അംഗങ്ങളുള്ള സമിതിയിൽ CPMലെ അമ്പിളി മനോജ് അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ പലയിടത്തും വിള്ളൽ. ടാറിംഗ് പൂർത്തിയായ ഭാഗങ്ങളിലാണ് റോഡ് അപകടകരമാം വിധം ഇണ്ടിരിക്കുന്നത്. കാറൽമണ്ണ മുതൽ തൂത വരെ 10ഓളം ഇടങ്ങളിൽ ടാറിംഗ് ഇളകിയ അവസ്ഥ. തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക്. ഗാർഡറുകൾ ശനിയാഴ്ച മുതൽ സ്ഥാപിച്ചു തുടങ്ങും. പുതിയ പാലം വന്നാലും പഴയ പാലം നിലനിർത്തും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കേരളയാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ ആവേശകരമായ സ്വീകരണം. ആൾക്കൂട്ട കൊലപാതകങ്ങൾ സംസ്കാര വിരുദ്ധമെന്ന് കാന്തപുരം. വർഗീയതയുടെ ബുൾഡോസർ കേരളത്തിൽ എത്തില്ലെന്ന് മന്ത്രി MB രാജേഷ്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ 63ാം വാർഷിക 61ാം സന്നദ്ധാന സമ്മേളനത്തിന് തുടക്കം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തി. 3 ദിവസത്തെ പരിപാടിയിൽ മതരാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കടമ്പഴിപ്പുറത്ത് കർഷകരുടെ കവുങ്ങിൻ തോട്ടം വെട്ടിനശിപ്പിച്ച സംഭവം. K പ്രേംകുമാർ MLA സ്ഥലം സന്ദർശിച്ചു. പ്രതികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് MLA. വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണ നഗരസഭയിൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം UDFന് നഷ്ടമായി. UDFിലെ നിഷ സുബൈർ തിരഞ്ഞെടുപ്പിൽ എത്തിയില്ല. തുടർന്ന് 6 അംഗങ്ങളുള്ള സ്ഥിരം സമിതിയിൽ CPMന്റെ 3 പേരുടെ പിന്തുണയോടെ CPMലെ തന്നെ അമ്പിളി മനോജ് അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. വികസനകാര്യ സ്ഥിരം സമിതിയിൽ കോൺഗ്രസിലെ ദിനേശ് കണക്കഞ്ചേരി, ലീഗ് വാർഡിൽ വിജയിച്ച കോൺഗ്രസിലെ പച്ചീരി സുബൈർ എന്നിവർ നാമനിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് നറുക്കെടുപ്പിലൂടെ ദിനേശ് വിജയിക്കുകയായിരുന്നു. 37 കൗൺസിലർമാർ ഉള്ള പെരിന്തൽമണ്ണ നഗരസഭയിൽ 21 കൗൺസിലർമാരുടെ പിൻബലത്തോടെ അധികാരത്തിൽ വന്നതാണ് UDF ഭരണസമിതി. മുസ്ലിം ലീഗിലെ പച്ചീരി സുരയ്യയാണ് ചെയർപേഴ്സൺ. കോൺഗ്രസിലെ MB ഫസൽ മുഹമ്മദിനെ വൈസ് ചെയർപേഴ്സണായും തെരഞ്ഞെടുത്തിരുന്നു. മുസ്ലിം ലീഗിന് 15ഉം കോൺഗ്രസിന് 5ഉം CPMന് 16ഉം അംഗങ്ങളാണ് ഉള്ളത്. ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ T ഖദീജ, ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷനായി മുസ്ലിം ലീഗിലെ നാലകത്ത് ബഷീർ, പൊതുമരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷനായി മുസ്ലിം ലീഗിലെ പച്ചേരി ഹുസൈന എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസിലെ ദിനേശ് കണക്കഞ്ചേരി, ലീഗിന്റെ വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസിലെ പച്ചേരി സുബൈർ എന്നിവർ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. എന്നാൽ 3 വീതം അംഗങ്ങൾ ഉള്ളതിനാൽ നറുക്കെടുപ്പിലൂടെ ദിനേശ് കണക്കഞ്ചേരി ജയിക്കുകയായിരുന്നു. ദിനേശ് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം വിദ്യാഭ്യാസകാര്യ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം UDFന് നഷ്ടമായി. വിദ്യാഭ്യാസകാര്യ സ്ഥിരസമിതിയിൽ UDFനും LDFനും 3 വീതം അംഗങ്ങളാണ് ഉള്ളത്. UDFിലെ നിഷ സുബൈർ തെരഞ്ഞെടുപ്പിൽ എത്തിയില്ല. CPMലെ അമ്പിളി മനോജ്, സുരയ്യ ബാനു, അജിൽ കുമാർ എന്നിവരുടെ പിന്തുണയോടെ അമ്പിളി മനോജ് വിദ്യാഭ്യാസകാര്യ സ്ഥിരസമിതി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥിരസമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്ന നിഷയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് പിന്നാലെ നഗരസഭയിലും UDFിലെ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കപ്പെട്ടില്ല എന്നതിന് തെളിവാണ് നഗരസഭയിൽ ഈ സ്ഥിതിയിലെത്തിയത്. നഗരസഭയിലും മണ്ഡലത്തിൽ ആകെയും വൻ വിജയമാണ് UDF നേടിയിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത് വരികയാണ്. മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെ സ്ഥിരസമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ നടക്കും. പഞ്ചായത്തുകളിൽ എന്ത് നിലപാടുകൾ സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. തെങ്കര പഞ്ചായത്തിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനെ തിരഞ്ഞെടുത്തത് നറുക്കെടുപ്പിൽ CPMന് അധ്യക്ഷ പദവി. ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമകാര്യം ലഭിച്ചു. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരെല്ലാം ഇടതുപക്ഷത്തിന്. തെങ്കര പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി CPMലെ T ബിനീഷാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ബിനീഷിനെതിരെ കോൺഗ്രസിലെ KP ജഹീഫായിരുന്നു സ്ഥാനാർത്ഥി. ആരോഗ്യ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ UDFിലെ സെറീനയാണ്. CPMലെ CK അബ്ദുൾ ഗഫൂറാണ് വികസന സമിതി അധ്യക്ഷൻ. BJPയിലെ 3 അംഗങ്ങൾ ധനകാര്യ സ്ഥിരം സമിതി അംഗങ്ങളായതിനാൽ സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുക്കുന്ന യോഗത്തിൽ പങ്കെടുത്തില്ല. കുമരമ്പത്തൂരിൽ സ്ഥിരം സമിതി അധ്യക്ഷ പദവികൾ LDFന് ലഭിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി CPMലെ ജംഷീല ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. CPIയിലെ മിനിക്കാണ് ക്ഷേമകാര്യം. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനായി CPMലെ G സുരേഷ് കുമാറിനെയും തെരഞ്ഞെടുത്തു. മണ്ണാർക്കാട് നഗരസഭയിലും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലും തിങ്കളാഴ്ചയാണ് സ്ഥിരം സമിതി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ പലയിടത്തും വിള്ളൽ.
ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി മാസങ്ങൾക്കകമാണ് വ്യാപക വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പലയിടങ്ങളിലും ടാറിംഗ് ഇളകിപ്പോയ സ്ഥിതിയാണ്. 2 തവണ റീടാറിംഗ് ചെയ്ത ഇടങ്ങളിലും വീണ്ടും വിള്ളലുകൾ രൂപപ്പെട്ടത് ആശങ്കയാകുന്നു. കോടികൾ ചിലവിട്ട നിർമ്മാണം പുരോഗമിക്കുന്ന മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ കാഴ്ചയാണ് ഇത്. ടാറിംഗ് കഴിഞ്ഞ ഇടങ്ങളിലാണ് വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. കാറൽമണ്ണ മുതൽ തൂത വരെയുള്ള ഭാഗത്ത് മാത്രം 10ഓളം ഇടങ്ങളിൽ വലിയ വിള്ളലുകളുണ്ട്. പലയിടങ്ങളിലും ടാറിംഗ് ചെയ്ത ഭാഗം നിരങ്ങി നീങ്ങിയ അവസ്ഥയിലാണ്. അപകട സാധ്യതയുള്ള വളവുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ടാറിംഗ് ഇളകിയത് വലിയ ആശങ്കയാകുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് വിള്ളലുകൾ രൂപപ്പെട്ട് റീടാറിംഗ് ചെയ്ത ഭാഗങ്ങളിലും വീണ്ടും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രവൃത്തികൾ പൂർത്തീകരിച്ച് മാസങ്ങൾക്കകമാണ് ഇത്തരത്തിൽ റോഡിൽ വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. വിണ്ടുകീറിയ ചില ഇടങ്ങളിൽ ടാർ ഒഴിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഫലം ഉണ്ടായിട്ടില്ല. വലിയ അപകടം പതിയിരിക്കുന്ന വളവുകളിൽ ഇത്തരം വിള്ളലുകൾ കൂടി രൂപപ്പെടുന്നത് സംസ്ഥാന പാതയിലെ യാത്ര കൂടുതൽ ദുഷ്കരമാക്കും. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ റോഡിന് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുന്നത് നിർമ്മാണത്തിലെ അപാകതകൾ മൂലമാണ് എന്ന ആക്ഷേപവും ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. പാലത്തിന്റെ ഗാർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ശനിയാഴ്ച ആരംഭിക്കും. പഴയ പാലം നിലനിർത്തി സമാന്തരമായാണ് പുതിയ പാലവും വരുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച തൂതയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് അവസാന ഘട്ടത്തിൽ എത്തിനിൽക്കുന്നത്. ഇതുവഴിയുള്ള യാത്രക്കാരുടെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു തൂതയിൽ വീതിയുള്ള പുതിയ പാലം വേണമെന്നുള്ളത്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പാലം നിർമ്മാണം പുരോഗമിക്കുന്നത്. പാലത്തിന്റെ പില്ലറുകളുടെ നിർമ്മാണം പൂർത്തിയായി. പില്ലറുകളെ ബന്ധിപ്പിക്കുന്ന ഗാർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ശനിയാഴ്ച മുതൽ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതിനായുള്ള ഗാർഡറുകളുടെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. പഴയ പാലം നിലനിർത്തി സമാന്തരമായാണ് 12 മീറ്റർ വീതിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തോടെ പാലം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും കനത്ത മഴയെ തുടർന്ന് പ്രവൃത്തികൾ നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ പുഴയിലെ വെള്ളം പൂർണ്ണമായും തടഞ്ഞു നിർത്തി ഓവുചാൽ വഴി കടത്തിവിട്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 364 കോടിയിലധികം രൂപ ചെലവിട്ടാണ് മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. കോൺക്രീറ്റ് വർക്കുകളും ടാറിംഗ് പ്രവൃത്തികളും പൂർത്തീകരിച്ച് മാർച്ച് മാസത്തോടെ പാലം തുറന്നു നൽകാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. സപ്ലൈകോ ഗോഡൌണുകളിലെ തൊഴിലാളികൾക്ക് വേതനം നൽകണമെന്നാവശ്യപ്പെട്ട് INTUC മണ്ണാർക്കാട് ഗോഡൌണിൽ പ്രതിഷേധ ധർണ നടത്തി. ഈ സമരം സൂചന മാത്രമാണെന്നും വേതനം നൽകുന്നത് വൈകിയാൽ പണിമുടക്കി സമരം ചെയ്യുമെന്നും ഉദ്ഘാടനം ചെയ്ത INTUC സംസ്ഥാന സമിതി അംഗം PR സുരേഷ് പറഞ്ഞു. ദേശീയ ഭക്ഷ്യസുരക്ഷാ ആക്ടിന് കീഴിൽ വരുന്ന തൊഴിലാളികളാണ് കഴിഞ്ഞ 2 മാസത്തിലേറെയായി വേതനമില്ലാതെ ജോലി ചെയ്യുന്നത്. നിത്യവൃത്തിക്ക് പോലും നിർവാഹമില്ലാത്ത സ്ഥിതിയാണ് പല തൊഴിലാളികൾക്കും. 1 മാസത്തെ കുടിശ്ശികയാക്കി വേതനം ലഭിച്ചിരുന്നതാണ്. എന്നാൽ 2 മാസമായി വേതനമേ ലഭിക്കുന്നില്ല. അടിയന്തരമായി വേതനം നൽകണമെന്നാവശ്യപ്പെട്ടാണ് മണ്ണാർക്കാട്, അട്ടപ്പാടി മേഖലകളിലെ തൊഴിലാളികൾ ധർണ നടത്തിയത്. INTUC സംസ്ഥാന സമിതി അംഗം PR സുരേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ എല്ലാ ക്ഷേമ ബോർഡിലെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള, കരുതൽ ധനമായിട്ട് വെച്ചിട്ടുള്ള പണമെടുത്തിട്ട് ട്രഷറിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഓരോ ക്ഷേമ ബോർഡിലെയും നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ്, ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ്, കർഷക തൊഴിലാളി ക്ഷേമ ബോർഡ്, മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ 500-ലധികം കോടി രൂപ പോലും കേരളത്തിലെ ഗവൺമെന്റ് എടുത്ത് വകമാറ്റി ചെലവാക്കി. ഇത് ശരിക്കും റൂളിംഗ് ഗവൺമെന്റ് ആയിട്ട് നടത്തുന്ന ഗവൺമെന്റ് ഇപ്പൊ റോളിംഗ് ഗവൺമെന്റ് ആയിട്ട് മാറി. പണം തിരിമറി ചെയ്യുന്ന ഒരു ഗവൺമെന്റ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഓഫീസിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഡിസംബർ മാസം ശമ്പളം കിട്ടിയില്ലേ? ജനുവരിയിൽ അവർക്ക് 1-ാം തീയതി 2-ാം തീയതിയായിട്ട് നിങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ലേ? ഞങ്ങളത് കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ പാവപ്പെട്ട തൊഴിലാളിക്ക് എന്തുകൊണ്ട് ശമ്പളം കൊടുക്കുന്നില്ല? ഇവർക്ക് ശമ്പളമല്ലാതെ വേറെന്ത് വരുമാന മാർഗമാണുള്ളത്?
ഇവിടെ സ്കൂളുകളിലേക്ക് വിതരണം ചെയ്യുന്ന ഉച്ചക്കഞ്ഞിക്ക് വിതരണം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അതിൽ പറയുന്ന തൊഴിലാളികളുണ്ട്, 10 തൊഴിലാളികള്. ആ തൊഴിലാളികൾക്കും ശമ്പളം കൊടുക്കണ്ടേ? അവർക്കും ഇത് കിട്ടണ്ടേ? അവരുടെ കുടുംബവും ജീവിച്ചു പോണ്ടേ? അവന്റെ അടവുകൾ അടക്കണ്ടേ? ഒരടവ് തെറ്റിയാൽ ഇപ്പോഴത്തെ പുതിയ സംവിധാനം അനുസരിച്ച് 1000 രൂപയോളം ഫൈന് വരും. അവന്റെ ഒരു ലോണിന്റെ അടവ് തെറ്റിയാൽ 1000 രൂപയോളം ഫൈന് വരുന്ന ഒരു കാലഘട്ടത്തിൽ എടുത്ത പണിക്കുള്ള കൂലി 2.5 മാസമായി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഞങ്ങളിവിടെ സംയുക്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നാളെയും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ യൂണിയൻ തിരിഞ്ഞു നിൽക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. മേഖലാ സെക്രട്ടറി ഒ സജീവ് അധ്യക്ഷത വഹിച്ചു. കുരിക്കിൽ സയ്യിദ്, അരുൺകുമാർ പാലക്കുറിശി, എം അജേഷ്, കെ ശിവദാസൻ, ഗംഗാധരൻ ചെറുകുളം, ബസീം ബാബു, കെ അബ്ദുൽ ഹമീദ് എന്നിവർ പ്രസംഗിച്ചു. അനധികൃതമായി കടത്തിയ 40 ലക്ഷം രൂപയുമായി 3 പേരെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. മിനി ബസിൽ ഒളിപ്പിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, SI ജിതിൻ വാസ് എന്നിവരും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി കടത്തിയ 40 ലക്ഷം രൂപ പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന പണമാണ് പിടികൂടിയത്. ചട്ടിപ്പറമ്പ് സ്വദേശികളായ മുഹമ്മദ് ഷെരീഫ്, അനസ് അഹമ്മദ്, മുഹമ്മദ് മസൂദ് എന്നിവരാണ് പണം കടത്തിയിരുന്നത്. കടമ്പഴിപ്പുറം ആലങ്ങാട് വെട്ടിക്കൽ അമ്പലപ്പാടം പാടശേഖരത്തിൽ കവുങ്ങിൻ തൈകൾ വെട്ടിനശിപ്പിച്ച സ്ഥലം കെ പ്രേംകുമാർ MLA സന്ദർശിച്ചു. കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്ന് MLA പറഞ്ഞു. കഴിഞ്ഞ 1-ാം തീയതിയാണ് ആലങ്ങാട് ഉണ്ണിയമ്പത്ത് വെട്ടിക്കൽ അമ്പലപ്പാടം പാടശേഖരത്തിൽ കിണറ്റിങ്ങൽ സുലൈമാൻ, സൗദ പാറയ്ക്കൽ എന്നിവരുടെ 3 വർഷം പ്രായമായ 600ഓളം കവുങ്ങിൻ തൈകൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചത്. എന്ത് വില കൊടുത്തും കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്ന് സ്ഥലം സന്ദർശിച്ച MLA പറഞ്ഞു. പ്രദേശവാസികൾക്കോ നാട്ടുകാർക്കോ കുറ്റക്കാരെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ പോലീസിനെ അറിയിച്ച് അന്വേഷണത്തിൽ സഹകരിക്കണമെന്നും MLA അഭ്യർത്ഥിച്ചു. കാർഷിക മേഖലയിൽ ഇടപെടുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്ന സംഗതികൾ ആരു തന്നെ ചെയ്താലും അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി സമൂഹത്തിന്റെ നല്ല ജാഗ്രത ഉണ്ടാകണമെന്നും MLA പറഞ്ഞു. ഈ 2025 ഡിസംബർ 31 രാത്രി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ സുലൈമാൻ എന്നുപേരായിട്ടുള്ള ആളുടെ സ്ഥലത്തുള്ള ഏതാണ്ട് 300ഓളം കവുങ്ങളിൽ 20-ൽ താഴെ കവുങ്ങൾ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി മുഴുവനായും സൗദയുടെയും ഷെരീഫിൻ്റെയും കൂട്ടായിട്ടുള്ള ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഏതാണ്ട് പൂർണ്ണമായും 300 കവുങ്ങുകൾ പൂർണ്ണമായും വെട്ടി നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തരമൊരു നീക്കം നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കടുത്ത പ്രതിഷേധമുളവാക്കുന്ന ഒന്നാണ്. ഈ പ്രദേശത്തെ വാർഡ് മെമ്പർമാർ 17-ാം വാർഡിലെ മെമ്പർ ഭാസ്കരേട്ടനും ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ C കൃഷ്ണൻകുട്ടിയും വത്സനുൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരെല്ലാം ഇവിടെ ഈ സ്ഥലം ഞാൻ സന്ദർശിക്കാൻ വരുന്ന സമയത്ത് ഇവിടെ കൂടെയുണ്ട്. ഏതെങ്കിലും നിലയിൽ ഒരു സൂചന ലഭിക്കുകയാണെങ്കിലോ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് എത്രയും വേഗത്തിൽ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ സാമൂഹ്യദ്രോഹികളെ ഇത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു ക്രിമിനൽ പ്രവൃത്തി തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നശിപ്പിക്കണം, വസ്തുവകകൾ നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പൂർണ്ണമായിട്ടും ഏതാണ്ട് 600ഓളം വരുന്ന കവുങ്ങുകൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള 2 പേരുടെ സ്ഥലത്തുള്ള കവുങ്ങുകൾ വെട്ടി നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഈ കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽ ഒന്നുകൂടി ഗൗരവത്തിൽപ്പെടുത്താനും എന്ത് സാധ്യത ഉപയോഗിച്ചായാലും അത് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകൈ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രദേശവാസികളോ നാട്ടുകാരോ ഏതെങ്കിലും നിലയിൽ സൂചന ലഭിച്ചാൽ ആ കാര്യം വളരെ രഹസ്യമായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ കാര്യത്തിൽ സഹായിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. നാട്ടിൽ ഇത്തരത്തിലുള്ള നശീകരണ രീതി ഒരു നിലയിലും ആവർത്തിക്കപ്പെടില്ല എന്നും നാടിന്റെ സ്വസ്ഥതയും സ്വൈരജീവിതവും ഉറപ്പുവരുത്താനും കാർഷിക മേഖലയിൽ ഇടപെടുന്നവർക്ക് പ്രയാസമുണ്ടാക്കുന്ന സംഗതികൾ ആര് ചെയ്താലും അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്താനുമുള്ള സമൂഹത്തിന്റെ നല്ല ജാഗ്രത ഉണ്ടാകണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ 63-ാം വാർഷിക 61-ാം സന്നദ്ധാന സമ്മേളനത്തിന് പ്രൗഢോജ്വല തുടക്കം.
പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് 3 ദിവസത്തെ പരിപാടികൾക്ക് തുടക്കമായത്. ഫലസ്തീൻ അംബാസഡർ അബ്ദുല്ല അബു ഷാവൂസ് പ്രാരംഭ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അത്യുന്നത മതകലാലയവും കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ സ്ഥിരാകേന്ദ്രവുമായ പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ 63-ാം വാർഷിക 61-ാം സന്നദ്ധാന സമ്മേളനത്തിനാണ് തുടക്കമായത്. വെള്ളിയാഴ്ച വൈകിട്ട് അസർ നമസ്കാരത്തിന് ശേഷം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് 3 ദിവസത്തെ വാർഷിക സന്നദ്ധാന സമ്മേളന പരിപാടികൾ തുടങ്ങിയത്. കോഴിക്കോട് വലിയ ഖാസി സയ്യിദ് അബ്ദുൽ നാസർ ഹായ് ശിഹാബ് തങ്ങൾ സിയാറത്തിന് നേതൃത്വം നൽകി. ഫലസ്തീൻ അംബാസഡർ അബ്ദുല്ല അബു പ്രാരംഭ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. We are not invented as a Palestinian people. We are deeply rooted in the history. And this is not our war. We are deeply rooted because it is written there in the Torah, in the Old Testament, in the very first chapter, when our father, the father of all the prophets, Abraham, left his birthplace, Iraq, or the Chaldeans. He came to Palestine. He moved in the land of the Palestinians. This is what exactly written in the Torah. This is not our word, this is their word. ഏലംകുളം ബാപ്പു മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജാമിയ സെക്രട്ടറി പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഷിക സന്നദ്ധാന സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ അൽമുനീർ മാസിക ചടങ്ങിൽ പ്രകാശനം ചെയ്തു. PK കുഞ്ഞാലിക്കുട്ടി MLA, ET മുഹമ്മദ് ബഷീർ MP, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ MP, MLA മാരായ P അബ്ദുൽ ഹമീദ്, ആബിദ് ഹുസൈൻ തങ്ങൾ, മഞ്ഞളാംകുഴി അലി, അഡ്വക്കേറ്റ് UA ലത്തീഫ്, മുൻമന്ത്രി നാലകത്ത് സൂപ്പി, MC മായിൻ ഹാജി, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, ബഷീർ ഫൈസി ദേശമംഗലം, ഹബീബ് ഫൈസി കോട്ടോപ്പാടം, APM ഷെരീഫ് കുരിക്കൽ എന്നിവർ സംസാരിച്ചു. ആൾക്കൂട്ട കൊലപാതകങ്ങൾ സംസ്കാര വിരുദ്ധമെന്ന് കാന്തപുരം AP അബുബക്കർ മുസ്ലിയാർ. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളയാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥ നായകൻ കൂടിയായ കാന്തപുരം. അന്നം ചോദിച്ചു വരുന്ന പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് അങ്ങേയറ്റത്തെ കാടത്തമാണെന്നും ആൾക്കൂട്ട കൊലപാതകങ്ങളും അക്രമങ്ങളും ഒരു നിലയ്ക്കും മനുഷ്യ സമൂഹത്തിന് അംഗീകരിക്കാനാവില്ല എന്നും കാന്തപുരം പറഞ്ഞു. ലോകമെന്നും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അന്നം ചോദിച്ചു വരുന്ന പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് കാടത്തമാണ്, അങ്ങേയറ്റത്തെ കാടത്തമാണ്. ഇത് അംഗീകരിക്കാത്ത മനുഷ്യർ ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഒരു വർഗീയ സംഘർഷം പോലുമില്ലാത്ത ഏക സംസ്ഥാനം കേരളമാണെന്ന് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച മന്ത്രി MB രാജേഷ് പറഞ്ഞു. വർഗീയതയുടെ ബുൾഡോസർ കേരളത്തിൽ എത്തില്ലെന്ന് LDF സർക്കാർ ഉറപ്പുതരുന്നതായും മന്ത്രി പറഞ്ഞു. കൊടുന്തണുപ്പിൽ ഒരു ദിവസം വെളുക്കുന്നതിന് മുമ്പ് പെരുവഴിയിലായത് അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തി ഒരു മൺകൂനയായി മാറിയ ഹൃദയഭേദകമായ ചിത്രം നാം കണ്ടു. അവരിൽ സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്, പ്രായം ചെന്ന വന്യവയോധികരായിട്ടുള്ള ആളുകളുണ്ട്. ബാംഗ്ലൂരിന്റെ കൊടുന്തണുപ്പിൽ അവരെല്ലാം തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടു. നമ്മൾ കാണുന്നത് എന്താണ്? ഈ ബുൾഡോസർ നല്ല ബുൾഡോസറാണ് എന്ന് ന്യായീകരിക്കുന്ന ലജ്ജാകരമായിട്ടുള്ള കാഴ്ച നാം കാണുകയാണ്. ഇതെന്തോ ഒരു നല്ല ബുൾഡോസറാണ്. ഡൽഹിയിലും ഉത്തരേന്ത്യയിലും ഉരുളുന്ന ബുൾഡോസറിനേക്കാൾ കുറച്ച് മയമുള്ള ബുൾഡോസറാണ് പോലും ബാംഗ്ലൂരിൽ ഉരുളുന്ന ബുൾഡോസർ. ബുൾഡോസർ ഏതായാലും അത് വർഗീയതയുടെ പേടിപ്പിക്കുന്ന ചിഹ്നമാണ് എന്ന് നാം കാണണം. ആ ബുൾഡോസർ പ്രയോഗത്തിന് ഇരകളാവുന്നവരെല്ലാം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരോ അതീവ ദരിദ്രരോ ദളിതരോ ആയിട്ടുള്ള ആളുകളാണ്, പാവപ്പെട്ട മനുഷ്യരാണ് എന്ന് നാം കാണുന്നത്. ഈ ഗവൺമെന്റിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉറപ്പ് കേരളത്തിന്റെ തൊട്ടപ്പുറത്ത് വരുത്തിയിട്ടുള്ള ബുൾഡോസർ ഈ കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് വരില്ല എന്നുറപ്പ് ഞങ്ങൾക്ക് നൽകാൻ കഴിയും. ആൾക്കൂട്ട കൊലപാതകങ്ങളും മറ്റ് അക്രമങ്ങളും ഇവിടെ നടപാടുന്നത് ജനങ്ങൾക്ക് അറിവും ബുദ്ധിയും വിവേകവും നൽകാത്തത് കൊണ്ടാണ് എന്ന്
നിൽക്കുന്നത് 100 വർഷത്തിനപ്പുറം നമ്മുടെ നേതാക്കൾ ഇവിടെ രൂപീകരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ജില്ലയിലെ ഏക സ്വീകരണ കേന്ദ്രമായിരുന്നു ഒറ്റപ്പാലം. സ്വീകരണത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം നഗരത്തിൽ റാലിയും സെന്റിനറി ഗാർഡ് പരേഡും നടന്നു. സ്വീകരണ സമ്മേളനത്തിൽ KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നടത്തി. ഉപനായകരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, സാദിഖ് സഖാഫി, VK ശ്രീകണ്ഠൻ MP, MLA മാരായ P മമ്മിക്കുട്ടി, K പ്രേംകുമാർ, മുഹമ്മദ് മൂസിൻ, CPI സംസ്ഥാന സമിതി അംഗം KP സുരേഷ് രാജ്, മുൻ MLA M ഹംസ തുടങ്ങിയവരും പങ്കെടുത്തു. കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. വിളയൂരിൽ നിന്നുമാണ് യാത്രയെ ജില്ലയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത്. സമസ്തയുടെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള യാത്ര നടത്തുന്നത്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് യാത്ര. ജനുവരി 1-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര മലപ്പുറം ജില്ലയിലെ സ്വീകരണത്തിന് ശേഷമാണ് പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ചത്. വിളയൂരിൽ നിന്നും ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിച്ചു. യാത്ര ഉപനായകരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. വിളയൂരിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ ഇരുവർക്കും നെൽക്കതിരുകൾ നൽകിയാണ് വരവേറ്റത്. നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. നല്ലൊരു മണ്ണിന്റെ അഭിവാദ്യങ്ങൾ. തുടർന്ന് ജില്ലയിലെ പ്രധാന സ്വീകരണ കേന്ദ്രമായ ഒറ്റപ്പാലത്തേക്ക് യാത്ര തിരിച്ചു. വഴിനീളെ യാത്രയ്ക്ക് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വരവേൽപ്പുമൊരുക്കി. കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്രയുടെ ഭാഗമായി കൊപ്പം ആമയൂരിൽ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. മാനവിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സംഗമം ചർച്ച ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്രയുടെ ഭാഗമായാണ് കൊപ്പം ആമയൂരിൽ സ്നേഹവിരുന്ന് ഒരുക്കിയത്. വിവിധ മേഖലകളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി. മാനവിക സമൂഹം നേരിടുന്ന വർഗീയതയും ലഹരി ഉപയോഗങ്ങളുടെ അതിപ്രസരവും തന്നെയായിരുന്നു പ്രധാന ചർച്ച. ഇതോടൊപ്പം നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ വികസന ചർച്ചകളും നടന്നു. നീതിക്ക് വേണ്ടിയുള്ള വാദങ്ങളെ വർഗീയമായി കാണാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം സംഗമത്തിൽ സൂചിപ്പിച്ചു. പരസ്പര ബഹുമാനത്തെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കണമെങ്കിൽ നമുക്ക് നീതിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീതിക്കൊപ്പം എന്നുള്ളതാണ്. ഇന്ന് ദൗർഭാഗ്യവശാൽ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള ഏതൊരു വാദത്തെയും വർഗീയമായി കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നതാണ്. ഒരു സമൂഹത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ, സാമുദായിക വിഭാഗത്തിന്റെ നീതിയുടെ ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് വർഗീയമാണ്, അത് പറയാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിൽ മറ്റു ചില ആളുകൾ കുഴപ്പമുണ്ടാക്കുക. അവിടെ കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായി അത് ശരിയാണോ തെറ്റാണോ, അവർ പറയുന്നതിൽ ന്യായമുണ്ടോ എന്ന് പരിശോധിക്കാൻ തയ്യാറാകാതെ ആരാണ് പറയുന്നത് എന്ന് നോക്കി ചാപ്പ കുത്തുക എന്ന് പറയുന്ന ഒരു പ്രവണതയിലേക്ക് കേരളം മാറുക. സമീപകാലത്ത് പല സമുദായ നേതാക്കന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവരുടെയൊക്കെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന അനാരോഗ്യകരമായിട്ടുള്ള, അനഭീഷണീയമായിട്ടുള്ള പ്രവണത. വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടരുതെന്ന് സംഗമത്തിൽ സംസാരിച്ച CPM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ ജില്ലകളുടെ ആവശ്യകത ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സംഗമത്തിൽ ചർച്ചയായി. കേരളത്തിൽ വ്യാപിക്കാൻ ആവശ്യമായ വലിയ തയ്യാറെടുപ്പും അവർ നടത്തിക്കൊണ്ടിരിക്കുക. ഈ വർഗീയതയെ നേരിട്ടേ പറ്റും. ഈ വർഗീയത നേരിടാൻ ഒരു വൈക്കോക്കൊണ്ട കത്തുമ്പോൾ അത് കെടുത്താൻ ഒരു തീപ്പെട്ടിക്കോളി കൊണ്ട് ശരിയല്ല. അതിനെതിരായ എല്ലാവരും ചേർന്നുകൊണ്ട് ആ വർഗീയത നേരിടണം. വർഗീയത കൊണ്ട് നേരിടാൻ പാടില്ല. അപ്പൊ ആ വർഗീയത അടിത്തട്ട് വരെ വ്യാപിക്കാൻ പോകുമ്പോൾ അടിത്തട്ട് വരെ എല്ലാവരും ചേർന്നുകൊണ്ട് മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന, നന്മ ആഗ്രഹിക്കുന്ന, നാളെ ജനിക്കാൻ പോകുന്ന മക്കളെ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് അണിനിരന്നുകൊണ്ട് വർഗീയത നേരിടണം. ഇതുപോലെ തന്നെയാണ് ലഹരി, മദ്യം, അതിലേറെ അപകടകരമായ മയക്കുമരുന്ന്, ഇതിനെ നേരിടണം. ഇതിനെ മൊത്തത്തിൽ നേരിടാൻ നമ്മൾ കേരളത്തിൽ
ഇപ്പോൾ നമ്മുടെ മുന്നിൽ ജനകീയ ആസൂത്രണത്തിൻ്റെ പാഠമുണ്ട്, അതുപോലെ തന്നെ സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ പാഠമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് അടിത്തട്ട് വരെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച പരിചയം നമുക്കുണ്ട്. അങ്ങനെ എല്ലാവരും അടിത്തട്ട് മുതൽ, സമൂഹത്തിന്റെ അടിത്തട്ട് മുതൽ മേലെ വരെ എല്ലാ നന്മ ആഗ്രഹിക്കുന്ന ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരുമിച്ച് അത്തരം ഒരു പ്രസ്ഥാനം. മുൻ MLA CP മുഹമ്മദ്, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി, വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ, കുലുക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ വിളയൂർ, റിയാസ് മുക്കോളി, OK ഫാറൂഖ്, PKM ഷഫീഖ്, KP നൌഫൽ, മുസ്തഫ തങ്ങൾ, ഉമർ മദനി, സിദ്ദിഖ് ഫൈസി, റഹ്മത്തുള്ള സഖാഫി, ഇളമരം തുടങ്ങിയവർ സംസാരിച്ചു. സമത്വമല്ല നീതിയാണ് നമ്മുടെ ആവശ്യമെന്ന് സംഗമത്തിൽ മറുപടി പ്രസംഗം നടത്തിയ കേരള യാത്രയുടെ ഉപനായകൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നീതി നടപ്പാക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഞങ്ങൾക്ക് ജില്ല വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞങ്ങൾക്ക് നീതി വേണം എന്നൊരു നിർബന്ധമേ ഉള്ളൂ. 8 ലക്ഷം ആളുകളുള്ള ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ്, അതിൻ്റെ 5 ഇരട്ടി ആളുകളുള്ള 50 ലക്ഷം ആളുകളുള്ള ജില്ലക്കും ഒരു മെഡിക്കൽ കോളേജ്. ഇതെന്ത് രീതിയാണ്? സമത്വമല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ നീതിയാണ് അവകാശപ്പെടുന്നത്. അത് നിഷേധിക്കാൻ എങ്ങനെയാണ് കഴിയുക? വ്യത്യസ്തത വേണം, പക്ഷേ വിവേചനം പാടില്ല. സ്വാഭാവികമായി വ്യത്യസ്തത ഉണ്ടായി. ഇവിടെ ഞങ്ങൾ പറയാനുള്ളത് മലപ്പുറം ജില്ല എന്ന് മാത്രമല്ല, പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകൾ ഏകീകരിച്ചുകൊണ്ട് എത്ര ജനങ്ങളുണ്ട്, പോപ്പുലേഷനുണ്ട്. ഉദാഹരണത്തിന് 400 പൗരന്മാർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേണമെന്ന്, 600 പൗരന്മാർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേണമെന്നാണ് ഇവിടുത്തെ നിയമം. നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം, എന്നത് ഇപ്പോൾ ആ ഭാഗത്തേക്ക് നടക്കുന്നില്ല. എന്ന പോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള ജനങ്ങളുടെ കണക്കെടുത്ത്, പൗരന്മാരെ കണക്കെടുത്ത് ആ പൗരന്മാർക്ക് കിട്ടേണ്ട രീതി ആരോഗ്യ മേഖലയിൽ പാലക്കാടിൻ്റെ ദൈർഘ്യം എത്രയാണ്, മലപ്പുറം ജില്ലയുടെ ദൈർഘ്യം എത്രയാണ്, ഒരു രോഗി ഒരറ്റത്ത് ഈ ജില്ലയിലേക്ക് എത്തുമ്പോഴേക്ക് മരിച്ചു പോകുന്ന അവസ്ഥകൾ. അപ്പോൾ ഇവിടെ പരിശോധിക്കേണ്ടത്, ഒന്നുകൂടി പറഞ്ഞാൽ നിർത്താം, കുറേ പറയണമെന്ന് എനിക്കുണ്ട്. മലപ്പുറം ജില്ലയിൽ രൂപീകരിക്കുന്ന സമയത്ത്, അല്ല 1980 രൂപീകരിക്കുന്ന സമയത്ത് 1980 2.5 കോടി ജനങ്ങളായിരുന്നു. ജില്ല രൂപീകരിക്കുന്ന സമയത്താണ് കൂടി നോക്കുകയാണ്. ഇപ്പൊ അതേ സ്ഥാനത്ത് 3.54 ലക്ഷം ആളുകൾ. ഈ ജില്ലകൾ രൂപീകരണത്തിന് ശേഷം മലപ്പുറം ജില്ലയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇനിയും പുരോഗമിക്കാൻ ഉണ്ടെന്ന LDF സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെയാണ് തങ്ങളുടെയും വിലയിരുത്തൽ എന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന നേതൃത്വം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരളയാത്രയുടെ സ്വീകരണത്തിന് മുന്നോടിയായി ഒറ്റപ്പാലത്ത് എത്തിയതായിരുന്നു നേതാക്കൾ. കേരളത്തിന്റെ നെല്ലറയായ പാലക്കാടിനെ സംരക്ഷിക്കാൻ പ്രത്യേക കാർഷിക വികസന പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും സംസ്ഥാന ഭക്ഷ്യസുരക്ഷയ്ക്ക് നിർണായക സംഭാവന നൽകുന്ന പാലക്കാട്ടെ 90,000-ലധികം വരുന്ന നെൽകർഷകരെയും 75,000 ഹെക്ടർ നെൽപ്പാടങ്ങളെയും സംരക്ഷിക്കാൻ സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ല 90,000 കർഷകരുണ്ട്, 25,000 ഹെക്ടർ ഭൂമി, ഏറ്റവും വലിയ ജലസേചന സ്രോതസ്സാണ്. പക്ഷേ നെല്ലുകൾക്ക് താങ്ങുവില കൂട്ടി നിർണയിച്ച് കർഷകർക്ക് പെട്ടെന്ന് വില കിട്ടി പാലക്കാട് ജില്ലക്ക് പ്രത്യേക കാർഷിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുക, സംഭരിച്ച നെല്ലിന്റെ പണം 1 മാസത്തിനകം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും പാക്കേജിൽ ഉൾപ്പെടുത്തണം. പാലക്കാട് മെഡിക്കൽ കോളേജിനെ സ്വയം പര്യാപ്തമാക്കണം. ഉദ്ഘാടനം കഴിഞ്ഞ 10 വർഷമായിട്ടും പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ റഫറൽ കേന്ദ്രമായി തുടരുന്ന അവസ്ഥയാണ്. ആവശ്യത്തിന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയും ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പാക്കി മെഡിക്കൽ കോളേജിനെ പൂർണ്ണ സജ്ജമായ ചികിത്സാ കേന്ദ്രമാക്കി മാറ്റണം. അട്ടപ്പാടി, നെല്ലിയാമ്പതി തുടങ്ങിയ മലയോര മേഖലകളിൽ ഓരോ മഴക്കാലത്തും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്തണം. റോഡ് തകർച്ച, മണ്ണിടിച്ചിൽ എന്നിവ കാരണം ഈ പ്രദേശങ്ങൾ ഒറ്റപ്പെടുന്നത് തടയാൻ
മഴക്കാലത്തിന് മുമ്പ് റോഡുകളുടെ ശാസ്ത്രീയ പുനർനിർമ്മാണം, സംരക്ഷണ ഭിത്തി നിർമ്മാണം പോലുള്ള മുൻകരുതൽ എടുക്കണമെന്നും സംസ്ഥാന നേതാക്കൾ പറഞ്ഞു. പാലക്കാട് ജില്ലാ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായി 10 വർഷം കഴിഞ്ഞു. അത് റഫറൽ ഹോസ്പിറ്റലായി ഇവിടെ നിന്ന് മറ്റു ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുന്ന ഹോസ്പിറ്റലാവുകയാണ്. പലപ്പോഴും രോഗികൾ അന്യ ജില്ലയെയോ അന്യ സംസ്ഥാനങ്ങളെയോ ആശ്രയിക്കേണ്ട ഗതികേടാണുള്ളത്. എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി നെല്ലിയാമ്പതി റോഡ് വർഷകാലങ്ങളിലൊക്കെ വളരെ മോശമായി, യാത്ര വളരെ പ്രയാസകരമായി മാറുകയാണ്. റോഡ് നിർമ്മാണത്തിൽ ശാസ്ത്രീയമായ മുന്നേറ്റ പ്രവർത്തനങ്ങൾ നടത്തി ഞങ്ങൾ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ എല്ലാ ജില്ലകളിലുമുള്ള പത്രസമ്മേളനത്തിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ സന്തോഷവും ഞങ്ങൾ അറിയിക്കും. മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, വൈസ് പ്രസിഡന്റ് മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, സിറാജുദ്ദീൻ ഫൈസി, ഷൗക്കത്ത് ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ കുളിർമലയിൽ വൻ തീപിടുത്തം. സ്ഥലത്ത് ഏക്കർ കണക്കിന് പുൽക്കാടുകളും മരങ്ങളും കത്തിനശിച്ചു. പെരിന്തൽമണ്ണ നഗരത്തിൽ മണ്ണാർക്കാട് റോഡിനോട് ചേർന്ന ചെങ്കുത്തായ ഭാഗമാണ് കുളിർമല. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കുളിർമലയിലെ കുന്നിൻമുകളിൽ കത്തിത്തുടങ്ങിയത്. തീപിടുത്തത്തിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ പുൽക്കാടുകളും തെങ്ങ്, മാവ്, തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങളും കത്തി നശിച്ചു. ഇടയ്ക്കിടെ വീശിയ കാറ്റ് വേഗത്തിൽ തീ പടരുന്നതിന് കാരണമായി. കുന്നിൻ ചെരുവിലെ CH സെന്റർ കെട്ടിടത്തിന് അടുത്തേക്കും തീ പടർന്നു. കുളിർമലയിൽ ഇടയ്ക്കിടെ തീപിടുത്തം പതിവാണ്. ചെങ്കുത്തായ ഭാഗമായതിനാൽ തീ അണയ്ക്കാനും പ്രയാസമാണ്. ആവർത്തിച്ചുണ്ടാകുന്ന ഈ തീപിടുത്തം എങ്ങനെ സംഭവിക്കുന്നു എന്ന് വ്യക്തമല്ല. അത് എല്ലാ പ്രാവശ്യവും ഇതേപോലെ ഈ പടർന്ന് പിടിക്കാറുണ്ട്. ഞങ്ങൾ കഴിയുന്ന പരമാവധി ഞങ്ങൾ കെടുത്താറുണ്ട്. അവസാനം ഇതിങ്ങനെ പടർന്ന് പിടിച്ചിട്ട് ആ ബിൽഡിങ്ങിൻ്റെ അതിര് എന്നിട്ടാണ് അവസാനം എൻഡ് ചെയ്യാറുള്ളത്. വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. പലപ്പോഴും ഇപ്പം ഇന്ന് ഫയർഫോഴ്സ് മറ്റേ എൻഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ ബിൽഡിങ്ങും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ എല്ലാ കൊല്ലവും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് തീപിടുത്തമൊക്കെ. അത് ഈ ബിൽഡിങ്ങിൻ്റെ ഈ അറ്റം വരെ വന്ന് ഈ എൻഡ് വരെ വരാറുണ്ട്. അത് ആളുകളൊക്കെ കൂടി കെടുത്താറാ പതിവ്. ഇപ്രാവശ്യം അങ്ങനെയാണ്. ഈ എൻഡ് വരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ ഉത്ഭവം നമുക്കറിയില്ല. എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. തീ കൂടുതൽ സ്ഥലത്തേക്ക് പടരാതെ തടയാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും പ്രദേശവാസികളും. സമീപത്തുള്ള അഗ്നിരക്ഷാസേനയും ട്രോമ കെയർ വളണ്ടിയർമാരും രംഗത്തുണ്ട്. ഹരിത കർമ്മസേനയുടെ ഫീസ് പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് നഗരസഭയ്ക്ക് നിവേദനം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് PP അബ്ദുൽ ലത്തീഫ് നിവേദനം ചെയർപേഴ്സണ് കൈമാറി. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഹരിത കർമ്മസേനയ്ക്ക് നൽകുന്ന യൂസർ ഫീസ് പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധയ്ക്ക് നിവേദനം നൽകിയത്. യൂണിറ്റ് സെക്രട്ടറി PP അബ്ദുൽ ലത്തീഫ് നിവേദനം കൈമാറി. എല്ലാവർക്കും ഒരേ ഫീസ് എന്നത് മാറ്റി മാലിന്യം നൽകുന്നതിനനുസരിച്ച് ഫീസ് ഈടാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. 5000 രൂപകളോളം വരുന്ന ലൈസൻസ് ഫീ അടച്ചുകൊണ്ടാണ് ഓരോ ലൈസൻസ് കൊടുക്കുന്നത്. അതിന് പുറമെയാണ് നമുക്ക് ഈ 1700 രൂപ കൂടി പ്രതിവർഷം കുടിശ്ശികയായിട്ട് വരുന്നത്. അപ്പോൾ ഒരു 3 കാറ്റഗറിയായി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ വ്യാപാരികളുടെ പ്രതിസന്ധികളുടെ പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ്. ABC എന്നുള്ള കാറ്റഗറി, അതായത് കൂടുതൽ വേസ്റ്റുകളുള്ള ആളുകളുടെ കയ്യിൽ നിന്നും 150 രൂപയാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഹരിത കർമ്മസേന ലഭിക്കുന്നത്. അതൊരു 2 ടേം ആക്കാൻ അവർ ഞങ്ങൾ മുന്നേ നിർദ്ദേശിച്ചു. കാരണം ഒരു മാസം എന്ന് പറയുമ്പോൾ ഈ വേസ്റ്റുകൾ ഡംപാകും. വിഷയം ചർച്ച ചെയ്ത് സാധ്യമായ മാറ്റങ്ങൾ പരിഗണിക്കാമെന്നും നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ K രാജേഷ് എന്നിവർ ഉറപ്പു നൽകി. ഒറ്റപ്പാലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് സലീം, ട്രഷറർ KT സുരേഷ് ബാബു, മറ്റ് യൂണിറ്റ് ഭാരവാഹികൾ, യൂത്ത് വിംഗ്, വനിതാ വിംഗ് നേതാക്കൾ, യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. വാണിയംകുളം ഈസ്റ്റ് മനുശ്ശേരി ആനന്ദനഗർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. P മമ്മിക്കുട്ടി MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. 2024-2025 വർഷത്തെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് മികച്ച രീതിയിൽ നവീകരിച്ചത്. P മമ്മിക്കുട്ടി MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീജ അധ്യക്ഷയായി.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് മുഖ്യ അതിഥിയായി. ആനന്ദ് നഗർ റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശങ്കരൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജിത, 8ാം വാർഡ് മെമ്പർ രാജേഷ് കുമാർ, 4ാം വാർഡ് മെമ്പർ അനിൽ, റെസിഡന്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ പ്രമോദ് മേനോൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഷോർട്ട് ന്യൂസ്. പട്ടാമ്പിയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരന് പരിക്ക് പറ്റി. തൃത്താല സ്വദേശി സാബിത്തിനാണ് പരിക്ക് പറ്റിയത്. മേലെ പട്ടാമ്പിയിൽ വെച്ചായിരുന്നു അപകടം. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. പരിക്ക് പറ്റിയ ആളെ പട്ടാമ്പി സേവന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മാണത്തിലിരുന്ന വീടിന് മുകളിൽ നിന്നും വീണ് ഗൃഹനാഥൻ മരിച്ചു. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് കുളങ്ങരത്തൊടി രാജഗോപാലനാണ് മരിച്ചത്. രാവിലെ നനയ്ക്കുന്നതിനു വേണ്ടി മുകളിലേക്ക് കയറിയപ്പോഴാണ് അപകടം. തൊഴിലാളികൾ വന്നപ്പോഴാണ് താഴെ വീണുകിടക്കുന്നതായി കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഭാര്യ ഇന്ദു, മക്കൾ വിഘ്നേഷ്, വിഷ്ണു. അമ്പലപ്പാറ ചുനങ്ങാട് മുരുക്കംപറ്റയിൽ സ്കൂട്ടർ കത്തിനശിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30ഓടെയാണ് സംഭവം ഉണ്ടായത്. സെൽഫ് അടിച്ചപ്പോൾ തീ പിടിക്കുകയാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ ചേർന്നാണ് സ്കൂട്ടറിലെ തീ അണച്ചത്. ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശി ഷബീറിൻ്റെതാണ് സ്കൂട്ടർ. പ്രധാന വാർത്തകൾ വീണ്ടും. UDFന് മേധാവിത്വമുണ്ടായിട്ടും പെരിന്തൽമണ്ണ നഗരസഭയിൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം നഷ്ടമായി. UDFിലെ നിഷ സുബൈർ തിരഞ്ഞെടുപ്പിനെത്തിയില്ല. 6 അംഗങ്ങളുള്ള സമിതിയിൽ CPMലെ അമ്പിളി മനോജ് അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ പലയിടത്തും വിള്ളൽ. ടാറിംഗ് പൂർത്തിയായ ഭാഗങ്ങളിലാണ് റോഡ് അപകടകരമാം വിധം ഇണ്ടിരിക്കുന്നത്. കാറൽമണ്ണ മുതൽ തൂത വരെ 10ഓളം ഇടങ്ങളിൽ ടാറിംഗ് ഇളകിയ അവസ്ഥ. തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക്. ഗാർഡറുകൾ ശനിയാഴ്ച മുതൽ സ്ഥാപിച്ചു തുടങ്ങും. പുതിയ പാലം വന്നാലും പഴയ പാലം നിലനിർത്തും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ ആവേശകരമായ സ്വീകരണം. ആൾക്കൂട്ട കൊലപാതകങ്ങൾ സംസ്കാര വിരുദ്ധമെന്ന് കാന്തപുരം. വർഗീയതയുടെ ബുൾഡോസർ കേരളത്തിൽ എത്തില്ലെന്ന് മന്ത്രി MB രാജേഷ്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ 63ാം വാർഷിക 61ാം സന്നദ്ധാന സമ്മേളനത്തിന് തുടക്കം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തി. 3 ദിവസത്തെ പരിപാടിയിൽ മതരാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കടമ്പഴിപ്പുറത്ത് കർഷകരുടെ കവുങ്ങിൻ തോട്ടം വെട്ടിനശിപ്പിച്ച സംഭവം കെ പ്രേംകുമാർ MLA സ്ഥലം സന്ദർശിച്ചു. പ്രതികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് MLA. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.